ദൈവനാമം വാഴ്ത്തോടുമാറാകട്ടെ. നമുക്ക് വീണ്ടും ദൈവസന്നിധിയിലായിരിക്കാൻ ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ ദൈവം അനുവദിച്ചോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സാത്താൻ്റെ തന്ത്രങ്ങൾ എന്നുള്ള ആ വിഷയം കൈകാര്യം ചെയ്യാൻ എന്നെയും ദൈവം പ്രാപ്തനാക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുകയാണ്. കടന്നിരിക്കുന്ന ഓരോരുത്തർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ആദ്യമായി അറിയിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ സാത്താൻ ആരാണെന്നും സാത്താന്റെ പ്രവർത്തനം ഏതുവിധമായ ആണെന്നും സാത്താന്റെ തന്ത്രങ്ങൾ ഏതെല്ലാം വിധത്തിൽ അവൻ പ്രവർത്തിക്കുന്നുവെന്നും നമുക്ക് ചിന്തിക്കാനായിട്ട് ദൈവം സാഹചര്യം തന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് സാത്താൻ നമ്മുടെ ബലഹീന വശത്തിൽ കൂടെ നമ്മെ പരാജയപ്പെടുത്താനായിട്ട് ശ്രമിക്കുമെന്നുള്ളത് നമ്മൾ കണ്ടു. താൻ പ്രയോഗിക്കുന്ന ചില തന്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഒന്നാമതായിട്ട് നമ്മൾ ഗൂഢാലോചന, നമ്മുടെ ഹൃദയങ്ങളിൽ ചില ആലോചനകളെ തന്നുകൊണ്ട് ദൈവനാമമഹത്വത്തിന് എതിരായി നിൽക്കാനുള്ള ആലോചനകൾ തന്നുകൊണ്ട് നമ്മെ പാപത്തിൽ വീഴ്ത്തുന്നതിന് ആവശ്യമായ ആലോചന തന്നുകൊണ്ട് സാത്താൻ പ്രവർത്തിക്കുമെന്നുള്ളത് നമ്മൾ കണ്ടു. രണ്ട് ഉദാഹരണങ്ങൾ നമ്മൾ അതിനോടൊന്ന് ചിന്തിച്ചു. ദാവീദിന്റെ ഉദാഹരണം, ദാവീദിനെ ദൈവം സാത്താന്റെ കയ്യിൽ ഏൽപ്പിക്കുകയായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. അത് ദൈവത്തിന്റെ കോപമാണ്, യഹോവയുടെ കോപമാണ് ഈ ദാവീദിനെ സാത്താന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതിന് ഇടയായി തീർന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട ഭാഗങ്ങളെ അത് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. രണ്ടാമത് നമ്മൾ കണ്ടത് യൊരോബിയാം എന്ന വ്യക്തിയെക്കുറിച്ചാണ്. യൊരോബിയാം സ്വയം സാത്താന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ഒരു വ്യക്തിയായിട്ട് നമ്മളവിടെ കണ്ടു. നമ്മുടെ ജീവിതത്തിൽ ഈ രണ്ട് സാഹചര്യങ്ങളും കടന്നു വരാനായിട്ട് ഇടയാകാതിരിക്കാൻ നമുക്ക് ദൈവസന്നിധിയിൽ ദൈവത്തോട് കൂടുതൽ അടുക്കാം. അതാണ് നമുക്ക് ചെയ്യേണ്ടതായിട്ട് ഉള്ളത്. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിച്ച് കള വിതയ്ക്കുക എന്നുള്ള ആ സാത്താന്റെ തന്ത്രമാണ്. നമ്മൾ രക്ഷിക്കപ്പെടുന്ന അന്നു മുതൽ നമ്മുടെ ജീവിതാവസാനം വരെ സാത്താൻ ഈ കള പ്രയോഗിച്ചുകൊണ്ടേയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. മറ്റൊരു യേശു, മറ്റൊരു ആത്മാവ്, മറ്റൊരു സുവിശേഷം എന്ന നമ്മുടെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ തന്നെ ഈ കള വിതയ്ക്കുന്നത് ആരംഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. തുടർന്ന് നമ്മൾ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം മറിച്ചു കളയുന്ന വിധത്തിലുള്ള കളകളെയും സാത്താൻ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. വഞ്ചിക്കുക എന്നുള്ള സാത്താന്റെ തന്ത്രത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. തുടക്കം മുതൽ, മനുഷ്യ ചരിത്രത്തിൽ ആദ്യം മുതൽ തന്നെ പ്രയോഗിച്ചു തുടങ്ങിയ ഒരു തന്ത്രമായിട്ട് നമുക്ക് ഈ വഞ്ചിക്കുക എന്നുള്ളതിനെ കാണാൻ സാധിക്കും. ഹവ്വയെ ഉപായത്താൽ ചതിച്ചു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. ഈ വിധത്തില് വിവിധ നിലകളിൽ ചതിയിൽ കൂടെ നമ്മെ പെടുത്തുന്നതിന് സാത്താൻ ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഭയപ്പെടുത്തുക എന്നുള്ളതാണ് അടുത്ത തന്ത്രമായിട്ട് നമ്മൾ നോക്കിയത്. അവിടെ നമ്മൾ കണ്ടു രണ്ട് പ്രത്യേക നിർദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ട് ആണ് ആ വാക്യം നമുക്ക് അവിടെ രേഖപ്പെടുത്തി തന്നിട്ടുള്ളത്. ഒന്നാമതായിട്ട് നിർമ്മതരായിരിക്കുക, രണ്ടാമതായിട്ട് ഉണർന്നിരിക്കുക. ഈ രണ്ട് സാഹചര്യങ്ങളെ മുതലെടുക്കാനായിട്ടാണ് സാത്താൻ ഭയപ്പെടുത്തുക എന്നുള്ള തന്ത്രം ഉപയോഗിക്കുന്നു എന്നുള്ളത് കണ്ടു. നമ്മൾ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഉറങ്ങുന്ന അവസ്ഥയിലാണെങ്കിൽ സാത്താൻ നമ്മെ അലറി പേടിപ്പിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് കണ്ടു. അവിടെയും സാത്താൻ അലറി പേടിപ്പിച്ച രണ്ട് വ്യക്തികളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ആദ്യത്തെ വ്യക്തി ഏലിയാവ് എന്നതായിരുന്നു. ഒരു മനുഷ്യൻ എന്ന നിലയിൽ താൻ ഭയപ്പെട്ടുവെങ്കിലും താൻ ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട്
ദൈവം അവനെ തട്ടി ഉണർത്തുകയും അവനെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മളവിടെ വായിച്ചു. എന്നാൽ ശൗലിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ശൗല് ദൈവത്തോട് അകന്നു പോയപ്പോൾ അവന്റെ ഹൃദയം ഏറ്റവും വിറച്ചു എന്നാണ് നമ്മളവിടെ വായിച്ചത്. ഈ വിധത്തില് ദൈവത്തോട് അടുത്ത് ജീവിച്ചിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യഹോവയോട് ചോദിച്ചിട്ട് ഉത്തരം ലഭിച്ചില്ല എന്നാണ് നമ്മൾ വായിക്കുന്നത്. അത് മാത്രമല്ല, അവസാനം സാത്താനെ തന്നെ അഭയം തേടേണ്ട ഒരു അവസ്ഥയിലേക്ക് ശൗൽ എത്തിച്ചേർന്നായിട്ട് നമ്മൾ ചിന്തിച്ചു. പ്രലോഭനമാണ് അടുത്ത തന്ത്രം. വിവിധ നിലകളിൽ താൻ ആ പ്രലോഭനം ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. ശിംശോനെ സംബന്ധിച്ചിടത്തോളം ഒരു ദലീലയാണ് അവിടെ പ്രലോഭിപ്പിക്കാനായിട്ട് സാത്താൻ അവിടെ ഒരുക്കിയത്. എന്നാൽ ഇസ്കര്യോത്തെ യൂദയെ സംബന്ധിച്ചിടത്തോളം വെള്ളിക്കാശുകളായിരുന്നു തനിക്കായിട്ട് തന്റെ മുൻപിൽ വെച്ച തന്ത്രം എന്ന് നമ്മൾ കണ്ടു. അതുമാത്രമല്ല, ശിമ്മോനെ കുറിച്ച് നമ്മൾ വായിച്ചു അപ്പോസ്തല പ്രവൃത്തികളിൽ. തൻ പ്രശസ്തി ആഗ്രഹിക്കുന്ന തന്റെ മുമ്പിൽ പ്രശസ്തിയാണ് അവിടെ സാത്താൻ കൊണ്ടുവച്ചതായിട്ട്, പ്രലോഭനമായിട്ട് കൊണ്ടുവച്ചതായിട്ട് നമ്മൾ പാറ്റിപ്പറപ്പിക്കുക എന്നുള്ള അടുത്ത തന്ത്രം നമ്മൾ ചിന്തിച്ചു. ഇയ്യോബിനെതിരെ ആ തന്ത്രം അവിടെ പയറ്റിയതായിട്ട് നമ്മൾ കണ്ടു. എന്നാൽ ശിഷ്യന്മാരെ കാര്യം വന്നപ്പോൾ കർത്താവ് അത് അനുവദിച്ചില്ല എന്നുള്ളത് നമ്മൾ വായിച്ചു. നമ്മുടെ ജീവിതത്തിലും കർത്താവ് അനുവദിക്കാത്തത് നമുക്കത് താങ്ങുവാൻ കഴിയുന്നതിൽ കൂടുതലാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണെന്നുള്ളത് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. ശുശ്രൂഷയുടെ ബന്ധത്തിലായിരിക്കുമ്പോൾ ഓരോരുത്തരും നേരെ പ്രയോഗിക്കുന്ന മറ്റൊരു തന്ത്രമാണ് തടസ്സപ്പെടുത്തുക അല്ലെങ്കിൽ തടുക്കുക. ഈ വിധത്തിൽ ശുശ്രൂഷകളെ തടസ്സപ്പെടുത്തുന്ന ആ തന്ത്രവും സാത്താൻ പ്രയോഗിക്കുന്നവർ കണ്ടു. കർത്താവിനെ പോലും തടസ്സപ്പെടുത്താൻ അവൻ ശ്രമിച്ചു എന്നുള്ളത് ദാനിയേൽ പ്രവചനത്തിൽ നമ്മൾ വായിച്ചതാണ്. ആ വിധത്തിലുള്ള തന്ത്രങ്ങൾ സാത്താൻ പ്രയോഗിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. സാത്താൻ ഈ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നത് നമ്മുടെ ബലഹീന വശങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് എന്നുള്ളത് നമ്മൾ ആദ്യമായിട്ട് ചിന്തിച്ചു. ഒരു യുദ്ധത്തിലാണെങ്കിലും ഒരു രാജ്യത്തിന്റെ ബലഹീന വശം ഏതാണോ അത് അറിഞ്ഞാണ് ശത്രു യുദ്ധത്തിൽ ആ യുദ്ധതന്ത്രങ്ങൾ മെനയുന്നതായിട്ട് നമ്മൾ കാണുന്നത്. 2023 ഒക്ടോബർ 7-ാം തീയതി പലസ്തീൻ തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നുപോയത് നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. അവർ കടന്നുപോയി 1195 പേരെ വധിക്കുകയും 251 പേരെ ബന്ദികളാക്കുകയും ചെയ്തതായിട്ട് നമ്മൾ പത്രങ്ങളിൽ വായിച്ചു. വളരെയധികം എന്നെ അതിശയപ്പെടുത്തിയ ഒരു സംഭവമായിട്ടാണ് അത് ഇരിക്കുന്നത്. കാരണം എല്ലാ വിധത്തിലുള്ള ആധുനിക സജ്ജീകരണങ്ങളോടുകൂടെ അതിർത്തി കാക്കുന്ന ഒരു രാഷ്ട്രത്തിലേക്ക് ഇതുപോലെ കയറി ചെന്ന് അവിടെ വളരെയധികം നാശനഷ്ടങ്ങൾ വരുത്തുവാനായിട്ട് ഒരു ഒട്ടും ബലമില്ലാത്ത എന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന രാഷ്ട്രത്തിന് സാധിച്ചു എങ്കിൽ അവരുടെ ആ യുദ്ധതന്ത്രം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇസ്രായേലിന് ചുറ്റുമുള്ള ബലഹീനമായിട്ടുള്ള ഒരു വശം അവർ മനസ്സിലാക്കി ആ വശത്തോടെ പ്രവർത്തിച്ചായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരു കളികളിലാണെങ്കിലും ഇതുപോലെ ബലഹീനമായിട്ടുള്ള വശത്തുകൂടെയാണ് എതിർ ടീം കയറി പ്രവർത്തിക്കുന്നത്. ഫുട്ബോളിലാണെങ്കിൽ എതിർ ടീമിന്റെ ബലഹീനമായിട്ടുള്ള വിങ്ങുകളിൽ കൂടെ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടാണ് അവിടെ അവര് കളി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഒരു ബിസിനസ്സിലാണെങ്കിലും നമ്മുടെ ഈ മത്സരിക്കുന്ന കമ്പനിയുടെ അവരുടെ ബലഹീന വശം ഏതാണെന്ന് മനസ്സിലാക്കി ആ വശത്തു കൂടെയാണ് എല്ലാ ഈ ഒരു തന്ത്രങ്ങൾ, അവർക്കെതിരെയുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണാറുണ്ട്. ഈ കോമേഴ്സിൽ ഗെയിം തിയറി എന്നുള്ളൊരു പാഠഭാഗം തന്നെ പഠിക്കാനായിട്ട് ഈ ഇതുകൊണ്ടുള്ള ബന്ധത്തിൽ
നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മളും മനസ്സിലാക്കിയിരിക്കേണ്ടത് സാത്താന്റെ ബലഹീനത എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. നാം സാധാരണമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആ, ആ, ഒരു രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ നിരന്തരം സാത്താനുമായിട്ട് യുദ്ധത്തിലാണ് എന്നുള്ളത് മനസ്സിലാക്കി ആ ആ, നമ്മുടെ എതിരാളിയായ സാത്താന്റെ ആ, ബലഹീനതകൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി നാം മുന്നോട്ട് നീങ്ങേണ്ടത് ആവശ്യമാണെന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. സാത്താനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഇതിന്റെ ഒരു ഓർഡറിൽ അത് ചിന്തിക്കുന്നതിന് വേണ്ടി വീണ്ടും ഒന്നുകൂടെ പറയട്ടെ. സാത്താൻ കേവലം സൃഷ്ടി മാത്രമാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം സർവശക്തനും സർവജ്ഞാനിയും സർവ്വവ്യാപിയുമാണെങ്കിൽ കേവലം സൃഷ്ടിയായ സാത്താൻ ഇതൊന്നുമില്ലാത്ത ഈ യാതൊരു അവകാശമില്ലാത്ത ഒരു വ്യക്തിയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ള കാര്യങ്ങൾ ഒഴികെ മറ്റു കാര്യങ്ങളൊന്നും സാത്താനും അറിയില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അത് കൂടാതെ ഒരു കെരൂബ് എന്ന നിലയിൽ തന്നെ സൃഷ്ടിച്ചപ്പോൾ ആ കെരൂബ് എന്ന നിലയിൽ തനിക്കുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കേണ്ട ആ സാഹചര്യങ്ങളെ കുറിച്ച് അറിയുന്നത് കൂടാതെ മറ്റു കാര്യങ്ങൾ നമുക്കറിയുന്നത് തന്നെ മാത്രമേ, നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്ന കാര്യങ്ങൾ മാത്രമേ സാത്താനും അറിയുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കർത്താവിന്റെ മധ്യാകാശ വരവ് അത് രഹസ്യമായിട്ട് ഇരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുമാത്രമല്ല, പെന്തക്കോസ്ത് നാൾ വരെ സഭ ഒരു മർമ്മമായിട്ട് ഇരുന്നതും അതുകൊണ്ടായിരിക്കാനായിട്ട് ധാരാളം സാധ്യതകളുണ്ട്. ഈ വിധത്തില് സാത്താൻ മറ്റ് ഒരു സൃഷ്ടി എന്ന നിലയിലുള്ള തൻ്റെ ഒരു കഴിവ് മാത്രമേ സാത്താൻ ഉള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മളെക്കാൾ ശക്തിയുള്ളവനാണ്, നമ്മളെക്കാൾ ജ്ഞാനമുള്ളവനാണ്. അതെല്ലാം ശരിയാണ്. അത് സൃഷ്ടിയോടുള്ള ബന്ധത്തിലുള്ള ആ ജ്ഞാനം മാത്രമേ തനിക്കുള്ളൂ. എന്നാൽ ദൈവത്തിനുള്ള സർവജ്ഞാനമോ സർവശക്തിയോ സർവവ്യാപിത്വമൊന്നും ഈ സാത്താനില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളത് സർവശക്തനും സർവജ്ഞാനിയും സർവ്വവ്യാപിയുമായ ദൈവമാണെന്നുള്ളത് മനസ്സിലാക്കി സാത്താനെ എതിരിടാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമ്മുടെ നിരൂപണങ്ങൾ ഗ്രഹിക്കാനായിട്ട് അശക്തനാണ് സാത്താൻ. നമ്മൾ സങ്കീർത്തനം 44 നമ്മൾ വായിക്കുന്നുണ്ട്. 44-ാം സങ്കീർത്തനം അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്ന അതിന്റെ അവസാന ഭാഗം, അവൻ ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയുന്നുവല്ലോ. 44-ാം സങ്കീർത്തനം അതിന്റെ 21-ാം വാക്യം, അവൻ ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയുന്നുവല്ലോ. അതിന് മുമ്പുള്ള വാക്യങ്ങളിൽ ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തെ ഞങ്ങൾ മറക്കുകയോ ഞങ്ങളുടെ കൈകളെ അന്യ ദൈവത്തെങ്കിലേക്ക് മലർത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അത് ശോധന ചെയ്യാതിരിക്കുമോ? അവൻ ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയുന്നുവല്ലോ. നമ്മുടെ ഹൃദയത്തിലെ രഹസ്യങ്ങളെല്ലാം അറിയുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. യിരെമ്യാ പ്രവചനം 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ അത് വായിക്കുന്നുണ്ട്. എന്റെ ഹൃദയത്തെ നീ ശോധന ചെയ്യുന്നു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. 139-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ, ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കുന്നില്ല. ദൈവത്തിന് മറവായിരിക്കാത്ത, ഇരുട്ട് പോലും മറവായിരിക്കാത്ത ഒരു ദൈവമാണ് നമ്മോട് കൂടെ ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എബ്രായ ലേഖനത്തില് നമ്മൾ വായിക്കുന്നത്, എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തില്, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. അവിടെ വലിയനായ ദൈവത്തിന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല എന്നുള്ളതാണ് നമ്മളവിടെ കാണുന്നത്. സാത്താൻ പോലും ദൈവത്തിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ അതിന് മറ്റൊരു വശമുണ്ട്. യിരെമ്യാ പ്രവചനം
17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, ദൈവം നമ്മുടെ രഹസ്യങ്ങൾ അറിയുന്നു എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിലെ രഹസ്യങ്ങൾ അറിയുന്നു എന്നുള്ളത് മാത്രമല്ല, നടപ്പിനും പ്രവൃത്തിക്കും തക്കവണ്ണം കൊടുക്കുന്നതിനും കൂടിയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതും ആവശ്യമാണ്. റോമലേഖനത്തിലും അത് നമ്മൾ വായിക്കുന്നുണ്ട്. റോമലേഖനം 2 അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: റോമലേഖനം 2-ന്റെ 16-ാം വാക്യം: ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ. ഇവിടെ നമ്മുടെ രഹസ്യങ്ങളെ മുഴുവനും ന്യായം വിധിക്കുന്ന ഒരു ദൈവമായിട്ട് നമ്മുടെ ദൈവത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ദൈവസന്നിധിയിൽ എന്തുമാത്രം ഭക്തിയോടെ ജീവിക്കണം എന്നുള്ളത് ദൈവം ഈ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ വായിക്കുന്നത്, അതിന്റെ 5-ാം വാക്യത്തിൽ വായിക്കുന്നത്: അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന വെളിച്ചത്താക്കി നമ്മെ ന്യായം വിധിക്കും എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. ഈ വിധത്തില് നമ്മുടെ ദൈവം സകലവും അറിയുന്ന, നമ്മുടെ ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും അറിയുന്ന ഒരു ദൈവമാണെന്ന് നമ്മൾ കാണാൻ സാധിക്കും. 2 രാജാക്കന്മാർ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വളരെ രസകരമായ ഒരു കാര്യം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. 2 രാജാക്കന്മാർ 6-ാം അധ്യായം, അതിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നത്: അനന്തരം അരാം രാജാവിന് ഇസ്രായേലിനോട് യുദ്ധമുണ്ടായി. ഇന്നിന്ന സ്ഥലത്ത് പാളയം ഇറങ്ങണം എന്നിങ്ങനെ അവൻ തന്റെ ഭൃത്യന്മാരുമായി ആലോചന കഴിച്ചു. എന്നാൽ ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിനോട്, ഇന്ന സ്ഥലത്തുകൂടി കടക്കാതിരിക്കാൻ സൂക്ഷിക്കുക, അരാമ്യർ അവിടേക്ക് വരുന്നുണ്ട് എന്ന് പറയിപ്പിച്ചു. ദൈവപുരുഷൻ പറഞ്ഞും പ്രബോധിപ്പിച്ചും വരുന്ന സ്ഥലത്തേക്ക് ഇസ്രായേൽ രാജാവ് ആളയച്ചു. അങ്ങനെ അവൻ 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യമല്ല തന്നെത്താൻ രക്ഷിച്ചത്. തുടർന്ന് നമ്മൾ വായിക്കുന്നത്, അരാം രാജാവ് തന്റെ ഭൃത്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങളിൽ ആരാണ് ഈ കാര്യങ്ങൾ ഒറ്റിക്കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു സംഭവം നമുക്കിവിടെ തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ജീവിതത്തില് നമ്മുടെ രഹസ്യങ്ങളെ മുഴുവൻ അറിയുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. എന്നാൽ സാത്താൻ ഈ വക യാതൊരു കഴിവുകളുമില്ലാത്ത ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കേവലം ഇരുട്ടിൽ തപ്പുന്ന ഒരു സാത്താനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മോട് കൂടെയുള്ളവൻ സകലവും അറിയുന്ന വലിയവനായ ദൈവമാണെന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ ജീവിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ സാത്താനെ നേരിടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മോട് കൂടെയുള്ളത് വലിയവനായ സർവശക്തനായ സർവജ്ഞാനിയായ ദൈവമാണ് എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. അടുത്തായിട്ട് നമ്മൾ കാണുന്നത്, ഭാവിയെ അറിയാനായിട്ട് അശക്തനാണ് സാത്താൻ. സദൃശവാക്യങ്ങൾ 19-ന്റെ 21 നമ്മളിങ്ങനെ വായിക്കുന്നു: അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നത്, മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട്, യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും. നമ്മളുടെ ബന്ധത്തിൽ നമ്മുടെ ഹൃദയത്തിലെ ആലോചനകളെ നമ്മൾ പല കാര്യങ്ങൾ ആലോചിക്കുമെങ്കിലും യഹോവയുടെ ആലോചനയാണ് നിവൃത്തിയാകുന്നത്. അതായത് ഭാവി എന്തായിരിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മുടെ ദൈവമാണെന്നുള്ളത് നമുക്കവിടെ കാണാൻ സാധിക്കും. ദൈവം തന്റെ പദ്ധതി നിർവഹിക്കുന്നതിന് മനുഷ്യന്റെ പദ്ധതികൾ ചിലപ്പോൾ അനുവദിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അനുവദിക്കരുതാത്തത്
ദൈവം അനുവദിക്കുന്നതുമില്ല എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. യെശയ്യാപ്രവചനത്തിൽ വായിക്കുന്നത് ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും ഞാൻ പ്രസ്താവിക്കുമെന്നാണ് വായിക്കുന്നത്. യെശയ്യാപ്രവചനം 46-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിലാണ് നമ്മളത് വായിക്കുന്നത്. ജീവിതത്തില് ഭാവിയെക്കുറിച്ച് അറിയുന്നത് നമ്മുടെ കർത്താവ് മാത്രമാണ് എന്നുള്ളത് നമുക്കവിടെ കാണാൻ സാധിക്കും. 33-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് യഹോവയുടെ ആലോചന ശാശ്വതമായും അവന്റെ ഹൃദയവിചാരങ്ങൾ തലമുറ തലമുറയായും നിൽക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 33-11. അപ്പോസ്തലപ്രവൃത്തികൾ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇസ്രായേലിലെ ഒരു ഉപദേഷ്ടാവായിരുന്ന ഗമാലിയേലിന്റെ വാക്കുകൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോസ്തലപ്രവൃത്തികൾ 5-ാം അധ്യായം അതിന്റെ 39-ാമത്തെ വാക്യം. ദൈവികം 38 മുതൽ വായിക്കും. ആകയാൽ ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞുകൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷം എന്ന് വരികിൽ അത് നശിച്ചു പോകും. ദൈവികമെങ്കിലോ നിങ്ങൾക്കത് നശിപ്പിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ ദൈവത്തോട് പോരാടുന്നെന്ന് വരരുതല്ലോ എന്ന് പറഞ്ഞു. അപ്പോസ്തലന്മാരെ തടവിലാക്കിക്കൊണ്ട് അവിടുത്തെ മത നേതാക്കന്മാർ അവിടെ കൂടി വന്നപ്പോൾ അവർക്ക് ഉപദേശിച്ചു കൊടുത്ത ഒരു കാര്യമാണെന്ന് കാണുന്നത്. ഇത് മാനുഷം ആണെങ്കിൽ അത് ദൈവം തന്നെ നശിപ്പിച്ചു കളയും. അത് ദൈവികമാണെങ്കിൽ നിങ്ങൾക്ക് നശിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന് തന്നെയാണ് അവിടെ പറയുന്നത്. ഈ വിധത്തില് നമ്മുടെ കൂടെയുള്ള കർത്താവ് ഭാവിയെക്കുറിച്ച് അറിയുവാനായിട്ട് ശക്തനാണെങ്കിൽ സാത്താൻ അതിന് യാതൊരു സ്വന്തം ഭാവി പോലും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിയായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അവൻ ന്യായവിധിക്കായിട്ട് വിധിക്കപ്പെട്ടവനാണെന്നുള്ളത് അറിയാമെങ്കിലും താൻ എങ്ങനെ ഈ പ്രവർത്തനങ്ങൾ തനിക്ക് വിജയത്തിലെത്താൻ പറ്റുമോ എന്നുള്ള കാര്യം പോലും തനിക്ക് അറിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ നമ്മൾ വായിക്കുന്നത് രഹസ്യങ്ങളെ അറിയുവാനായിട്ട് കഴിയാത്തവനാണ് സാത്താൻ. ദാനിയേൽ പ്രവചനത്തിലേക്ക് വരുമ്പോൾ ദാനിയേൽ പ്രവചനം അതിന്റെ 2-ാം അധ്യായത്തില് നമ്മളിങ്ങനെ വായിക്കുന്നു. രണ്ടാം അധ്യായം അതിന്റെ 27-28 വാക്യങ്ങൾ. ദാനിയേൽ രാജസന്നിധിയിൽ ഉത്തരം ബോധിപ്പിച്ചത് രാജാവ് ചോദിച്ച ഗുപ്തകാര്യം വിദ്വാൻമാർക്കും ആഭിചാരകന്മാർക്കും മന്ത്രവാദികൾക്കും ശകനവാദികൾക്കും രാജാവിനെ അറിയിക്കുവാൻ കഴിയുന്നതല്ല. എങ്കിലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവൻ ഭാവി കാലത്ത് സംഭവിക്കാനിരിക്കുന്നത് നെബൂഖദ്നേസർ രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്വപ്നവും പള്ളിമത്തയിൽ വെച്ച് തിരുമനസുണ്ടായ ദർശനങ്ങളും ആണിത്. അവിടെ ദാനിയേൽ നെബൂഖദ്നേസർ രാജാവിനോട് പറയുന്ന കാര്യമായിട്ടാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. രാജാവിന്റെ ദർശനം, രാജാവ് കണ്ട കാര്യങ്ങൾ അത് മനസ്സിലാക്കാനായിട്ട് ആഭിചാരകന്മാർക്കോ ശകുനവാദികൾക്കോ വിദ്വാൻമാർക്കോ സാത്താന്റെ വിദ്വാൻമാർക്കോ സാത്താന്റെ ആഭിചാരകന്മാർക്കോ സാത്താന്റെ മന്ത്രവാദികൾക്കോ ശകുനവാദികൾക്കോ കഴിയുന്നതല്ല. അത് വെളിപ്പെടുത്താനായിട്ട്, രഹസ്യങ്ങൾ വെളിപ്പെടുത്താനായിട്ട് കർത്താവിന് മാത്രമേ കഴിയൂ എന്നുള്ളത് ദാനിയേൽ അവിടെ ഉറച്ച് പ്രസ്താവിക്കുന്നതായിട്ട് മനസ്സിലാക്കി. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും ഇത് നമുക്ക് കാണാൻ സാധിക്കും. 5-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങളിൽ രാജാവ് ഉറക്കെ വിളിച്ചു, ആഭിചാരന്മാരെയും കൽദയരെയും ശകുനവാദികളെയും കൊണ്ടുവരാൻ കൽപ്പിച്ചു. രാജാവ് ബാബേൽ വിദ്വാൻമാരോട് ആരെങ്കിലും എഴുത്തു വായിച്ച് അർത്ഥം അറിയിച്ചാൽ അവൻ ധൂമ്രവസ്ത്രവും കഴുത്തിൽ പൊന്മാലയും ധരിച്ച് രാജ്യത്തിൽ 3ാമനായി വാഴുമെന്ന് കൽപ്പിച്ചു. 8-ാം വാക്യത്തിലിരിക്കുമ്പോൾ
എങ്കിലും എഴുത്തു വായിക്കുവാനും രാജാവിന് അർത്ഥം അറിയിക്കുവാനും അവർക്ക് കഴിഞ്ഞില്ല. സാത്താന് രഹസ്യങ്ങളെ അറിയാനായിട്ടുള്ള യാതൊരു കഴിവുമില്ല എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ യോസേഫും ഇത് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 40 അധ്യായത്തിന്റെ 8 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: അവർ അവനോട്, ഞങ്ങൾ സ്വപ്നം കണ്ടു, വ്യാഖ്യാനിച്ചു തരുവാൻ ആരുമില്ല എന്ന് പറഞ്ഞു. യോസേഫ് അവരോട്, സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ലയോ? അത് എന്നോട് പറയുക എന്ന് പറഞ്ഞു. ഇവിടെയും സ്വപ്നം അല്ലെങ്കിൽ ഒരു ഭാവി രഹസ്യങ്ങള്, ദൈവം വെളിപ്പെടുത്തി തരുന്ന രഹസ്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് ശകുനവാദികൾക്കോ അല്ലെങ്കിൽ സാത്താന്റെ സേനകൾക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് ദൈവത്തിന് മാത്രം ഉള്ള രഹസ്യങ്ങൾ ദൈവം വെളിപ്പെടുത്തുന്നത് ദൈവം മാത്രമാണെന്നുള്ളത് നമുക്കവിടെ കാണാൻ സാധിക്കും. യെശയ്യാപ്രവചനം 44 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു: ഞാൻ ജൽപ്പകന്മാരുടെ ശകുനങ്ങളെ വ്യർത്ഥമാക്കുകയും യെശയ്യാപ്രവചനം 44 അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം: ഞാൻ ജൽപ്പകന്മാരുടെ ശകുനങ്ങളെ വ്യർത്ഥമാക്കുകയും പ്രശ്നക്കാരെ ഭ്രാന്തന്മാരാക്കുകയും ജ്ഞാനികളെ മടക്കി അവരുടെ ജ്ഞാനത്തെ ഭോഷത്വമാക്കുകയും ചെയ്യുന്നു. ഇവിടെ ദൈവം താൻ തന്നെ പറയുന്ന കാര്യമാണ്, ഞാൻ ജൽപ്പകന്മാരുടെ ശകുനങ്ങളെ വ്യർത്ഥമാക്കുന്നു, ജ്ഞാനികളെ മടക്കി അയക്കുന്നു. പ്രശ്നക്കാരെ ഭ്രാന്തന്മാരാക്കുന്നു, ജ്ഞാനികളെ മടക്കി അവരുടെ ജ്ഞാനത്തെ ഭോഷത്വമാക്കുന്നു. ഈ വിധത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണുള്ളത്. എന്നാൽ സാത്താന്റെ സൈന്യത്തിന് ഇതിൽ പരാജയമാണ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. തുടർന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച കാര്യങ്ങൾ തന്നെയാണ്. വശീകരിക്കാനല്ലാതെ നമ്മെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് സാത്താനെ കൊണ്ട് സാധിക്കുകയില്ല. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. സ്വന്തം മോഹങ്ങളാൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയിലാണ് അവന് നമ്മെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ അത് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി 2 ശമൂവേൽ 11-ാം അധ്യായത്തിലെ ഒരു ഉദാഹരണം നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2 ശമൂവേൽ 11-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു: ഒരു നാൾ സന്ധ്യയാകാറ സമയത്ത് ദാവീദ് മെത്തയിൽ നിന്ന് എഴുന്നേറ്റ് രാജധാനിയുടെ മാളികമേൽ ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് മാളികയിൽ നിന്ന് കണ്ടു. ആ സ്ത്രീ അതിസുന്ദരിയായിരുന്നു. ദാവീദ് ആളയച്ച് ആ സ്ത്രീയെ പറ്റി അന്വേഷിച്ചു. അവൾ എലിയാമിന്റെ മകളും ഹിത്യനായ ഉരിയാവിന്റെ ഭാര്യയുമായ ബത്ശേബ എന്ന് അറിഞ്ഞു. 4-ാം വാക്യത്തിൽ വരുമ്പോൾ ദാവീദ് ദൂതന്മാരയച്ച് അവളെ വരുത്തി. ഇവിടെ ദാവീദിനോടുള്ള ബന്ധത്തില് ദാവീദിനെ വശീകരിക്കാനായിട്ട് സാത്താനെ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ദൈവം അവിടെ തടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ദാവീദ് ആളയച്ച് അന്വേഷിച്ചപ്പോൾ ഹിത്യനായ ഊര്യാവിന്റെ ഭാര്യയായ ബത്ശേബയാണ് അത് എന്നുള്ളത് ദാവീദിനെ അറിയിക്കാനായിട്ട് അവരറിയിക്കുക തന്നെ ചെയ്തു. എങ്കിലും ദാവീദ് തന്റെ സാത്താന്റെ ആലോചനയ്ക്ക് അവിടെ വഴിപ്പെടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. തുടർന്ന് നമ്മൾ വായിക്കുന്നത്, ഒരു പാപത്തിന്റെ മേലെ വീണ്ടും വീണ്ടും പാപങ്ങൾ കൂട്ടുന്ന ഒരു ദാവീദിനെ പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ യോശുവയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ആഖാനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആഖാൻ അവിടെ പറയുന്നത്, ഞാൻ കണ്ടു, ഞാൻ അത് മോഹിച്ചു, അത് എടുത്തു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ആ ഭാഗത്ത് നോക്കുമ്പോൾ ആഖാനോട് കൂടെ യുദ്ധത്തിന് പോയ മറ്റു പടയാളികളും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരെല്ലാവരും ഈ സാധനങ്ങളെല്ലാം കണ്ടിട്ടുള്ളവരാണ്. അവർക്ക് ചിലരില്ലെങ്കിലും അതിനോട് മോഹം തോന്നിയിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഇത് സാത്താന്റെ തന്ത്രത്തിൽ വീണത് ആഖാൻ മാത്രമായിരുന്നു എന്നുള്ളതാണ് നമ്മളവിടെ വായിക്കുന്നത്. നമ്മളുടെ ബന്ധത്തില് നമ്മുടെ ചുറ്റും
നമ്മെ ആകർഷിക്കുന്ന പല കാര്യങ്ങളും കാണാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ അതിൽ സാത്താൻ അടിമപ്പെട്ട് വീണു പോകാനായിട്ട് നമ്മൾ ഒരിക്കലും ഇടയാകരുത് എന്നുള്ളത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പോലും പറഞ്ഞത് റോമാലേഖനം 7-14 ഞാനോ ജഡമയൻ. താൻ വളരെ സങ്കടത്തോടു കൂടിയാണ് പറയുന്നത്. താൻ ഇത്ര വലിയ പോരാട്ടം പോരാടിയ പൗലോസ് അപ്പോസ്തലൻ പോലും തന്റെ ജഡത്തെ നിയന്ത്രിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടാണെന്നുള്ളത് അവിടെ പറയുന്നതായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഉള്ളിലുള്ള പഴയ മനുഷ്യൻ, പാപ സ്വഭാവം, അത് ഇന്നും നമ്മളിൽ നിന്നും മാറിപ്പോയിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എഫെസ്യർ ലേഖനം 4-22 നമ്മളിങ്ങനെ വായിക്കുന്നു. എഫെസ്യർ 4-22 മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുകയും. നമ്മോട് ദൈവാത്മാവ് പറയുന്നതാണ്, മുമ്പിലത്തെ നടക്കുന്ന ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യൻ, സാത്താന്റെ ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യൻ നമ്മുടെ ഉള്ളിലുണ്ട്. അതിനെ മരിപ്പിക്കുകയും നമുക്ക് ലഭിച്ച പുതുമനുഷ്യനെ നമ്മൾ ധരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ശത്രുവിന്റെ മേൽ വിജയം വരിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഗലാത്യ ലേഖനം 5 അത് തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. ഗലാത്യ ലേഖനം 5 അതിന്റെ 16-17 വാക്യങ്ങൾ. ആത്മാവിനനുസരിച്ച് നടക്കുകയും എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വേണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ഇവിടെ ദൈവാത്മാവ് നമ്മോട് പറയുന്നത്, സാത്താൻ നമ്മെ പല വിധത്തിൽ വശീകരിക്കാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ നമ്മിൽ ദൈവം തന്നിരിക്കുന്ന ആദ്യ ദാനമായി തന്നിരിക്കുന്ന ആത്മാവിനനുസരിച്ച് നാം ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രലോഭനങ്ങളെ, സാത്താന്റെ വശീകരണങ്ങളെ അതിജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് നമുക്ക് കാണുന്നത്. ജീവിതത്തില് സാത്താന് നമ്മെ കൊണ്ട് ബലമായിട്ട് ചെയ്യിക്കാനായിട്ട് സാധിക്കുകയില്ല, നമ്മെ വശീകരിക്കാൻ മാത്രമേ സാധിക്കൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആ വശീകരണത്തിൽ വശംവദരായി പോകാതെ നമുക്ക് മുന്നേറാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾ ആത്മാവിനനുസരിച്ച് ജീവിക്കണം. നമ്മുടെ പഴയ മനുഷ്യനെ മരിപ്പിച്ച് പുതു മനുഷ്യനെ ധരിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് ഇടയായി തീരണം എന്നുള്ളത് ദൈവാത്മാവ് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത്, ദൈവം അനുവദിക്കാതെ ഒന്നും ചെയ്യാനായിട്ട് സാത്താനെ സാധിക്കുകയില്ല. നമ്മൾ യോബിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. പരിമിതമായ അനുവാദം ദൈവം കൊടുത്തപ്പോൾ ആ വിധത്തിൽ അവിടെ പ്രവർത്തിക്കുന്ന സാത്താനെ നമ്മൾ കണ്ടു. ലൂക്കോസിന് സുവിശേഷം 8 വരുമ്പോൾ അശുദ്ധാത്മാക്കൾ അവിടെ കർത്താവിനോട് ഒരു അനുവാദം ചോദിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ലൂക്കോസിന് സുവിശേഷം 8 അതിന്റെ 32 അവിടെ മേഞ്ഞുകൊണ്ടിരുന്ന പന്നികളിൽ കടക്കുന്നതിനുള്ള അനുവാദമാണ് അശുദ്ധാത്മാക്കള് ചോദിച്ചായിട്ട് നമ്മൾ കാണുന്നത്. കർത്താവ് അനുവാദം കൊടുത്തത് കൊണ്ട് മാത്രമാണ് അവർക്ക് അതിൽ പ്രവേശിക്കാനായിട്ട് സാധിച്ചത് എന്നുള്ളതും നമുക്കവിടെ കാണാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 19 കർത്താവ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, അത് നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 19 അതിന്റെ 11 കർത്താവ് പീലാത്തോസിനോട് പറയുന്ന ഒരു വാക്കാണത്. മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരു അധികാരം ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് എന്നെ നിന്റെ പക്കൽ ഏൽപ്പിച്ചതിന് അധികം പാപമുണ്ടെന്ന് ഉത്തരം പറഞ്ഞു. അവിടെ തന്റെ ന്യായവിസ്താരത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് പറയുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്കത് കാണാൻ സാധിക്കും. സ്വർഗത്തിൽ നിന്ന്, മേലിൽ നിന്ന്, പിതാവിൽ നിന്ന് അനുവാദം ലഭിക്കാതെ നിനക്ക് എന്നിൽ ഒരു കാര്യവും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് കർത്താവ് അവിടെ പറയുകയാണ്. നമ്മളുടെ ബന്ധത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ദൈവം അനുവദിക്കാതെ നമുക്കൊന്നും ഭവിക്കുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്.
സാധാരണ നമ്മെ തൊടാനായിട്ട് യാതൊരു അവകാശവും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. തന്നെ കുത്തേണ്ടതിനൊരു ആ, ഒരു സാത്താന്റെ ദൂതൻ അവിടെ കർത്താവ് ഏൽപ്പിച്ചുകൊണ്ട് മാത്രമാണ് അവിടെ ഉണ്ടായത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. തന്റെ ജീവിതത്തിൽ തന്റെ ജീവിതത്തിന്റെ ആ, ആ ആ വളർച്ചയ്ക്ക് വേണ്ടി കർത്താവ് ഏൽപ്പിച്ച ആ ശൂലം എന്നുള്ളത് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് ലൂക്കോസിന്റെ സുവിശേഷം 22 അധ്യായത്തില് നമ്മൾ ചിന്തിച്ചതാണ്. ശിഷ്യന്മാരോടുള്ള ബന്ധത്തില് കർത്താവോട് അനുവാദം കൊടുത്തില്ല എന്നുള്ളതാണ് നമ്മളവിടെ വായിക്കുന്നത്. നിന്റെ വിശ്വാസം പത്രോസ് അപ്പോസ്തലനോട് കർത്താവ് പറയുന്നതാണ്, ഞാനോ നിന്റെ വിശ്വാസം പൊയ്പാകാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ഈ വിധത്തിൽ നമ്മളുടെ ബന്ധത്തിലും നമ്മെ അങ്ങനെ ഏൽപ്പിക്കാതിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. റോമലേഖനം 8 അധ്യായത്തിൽ കാണുന്നത്, നമുക്ക് എന്ത് ഭവിച്ചാലും സാത്താനെ നമ്മൾ ദൈവം ഏൽപ്പിച്ചാലും സകലവും നന്മയ്ക്കായി കൂടി ഏൽപ്പിക്കുന്ന കർത്താവാണ് നമുക്കുള്ളത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 45 അധ്യായത്തിലും 50 അധ്യായത്തിലും നമ്മൾ യോസെഫിന്റെ വാക്കുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 45 അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. സകല നന്മയ്ക്കായി കൂടി വന്നിരിക്കുന്ന കർത്താവ് അവിടെ സഹോദരന്മാര് ടെ ആ ചതിയിൽ എന്തിനായിട്ട് ഉപയോഗിച്ചു? അവരെ ജീവരക്ഷയ്ക്കായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് യോസെഫ് മനസ്സിലാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 50-ാം അധ്യായത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. 50 അധ്യായത്തിന്റെ 20-ാം വാക്യത്തില്, നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ദൈവം ഈ വിധത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ഉദ്ദേശം ഉണ്ടായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. യോസെഫിന്റെ ജീവിതത്തിൽ ധാരാളം പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നു, പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ യോസെഫ് തിരിഞ്ഞൊന്ന് നോക്കി അതിനെ മനസ്സിലാക്കിക്കൊണ്ട് പറയുകയാണ്, ഇന്ന് നിങ്ങൾ കാണുന്ന പോലെ ബഹുജനത്തിന് സന്തോഷം ഉണ്ടാകുന്നതിന് വേണ്ടി, ജീവരക്ഷ വരുത്തുന്നതിന് വേണ്ടി ദൈവം എന്നെ ആ വിധത്തിൽ ആക്കിയിരിക്കുകയായിരുന്നു എന്നുള്ളത് യോസെഫ് കണ്ട് മനസ്സിലാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സാധാരണഗതിയിൽ ദൈവം നമ്മെ ആ വിധത്തിൽ കൈവിടുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമുണ്ട്. എന്നാൽ അഥവാ ദൈവം നമ്മെ അങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ പ്രത്യേക ഉദ്ദേശം ഉണ്ടായിരിക്കും. അത് നമ്മൾ ചില കാര്യങ്ങൾ നേരത്തെ ചിന്തിച്ചതാണ്. ഈ ജീവിതത്തില് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ആയിരിക്കും ദൈവം അത് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കൊലോസയിലെ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആയുധമില്ലാത്തൊരു ശത്രുവാണ്, തോൽപ്പിക്കപ്പെട്ട ഒരു ശത്രുവാണ് എന്നുള്ളത് നമുക്കവിടെ കാണാൻ സാധിക്കും. കൊലോസയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഇവിടെ സാത്താനെ ആയുധവർഗം വെപ്പിച്ച്, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ലോകത്തിന്റെ പാവം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇതിന്റെ എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ മറ്റൊരു ഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കും. എബ്രായ ലേഖനം 2-ാം അധ്യായം തന്നെ 14-15 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. നമ്മെ ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്ന നമ്മെ വിടുവിക്കുന്നതിന് വേണ്ടി കർത്താവ് ആ കാര്യം ചെയ്തതായിട്ട് നമ്മളോട് കാണാൻ സാധിക്കും. ക്രൂശിൽ
ശത്രുവിന്റെ മേൽ ജയോത്സവം കൊണ്ടാടി അവന് ആയുധം വിറകും വെപ്പിച്ച് ദൈവം നമ്മളിന്ന് ആ ജയോത്സവ ജയാളികളായിട്ട് നമ്മൾ ഇന്ന് ആയിരിക്കുകയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് സാത്താൻ വിറയ്ക്കുന്നതിനായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ അതാണ് വായിക്കുന്നത്. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തില് നമ്മൾ വായിക്കുന്നത്, ദൈവമേഘനെന്ന് പിശാചുക്കളും വിശ്വസിക്കുന്നു എന്ന് നമ്മളവിടെ വായിക്കുന്നു. അത് മാത്രമല്ല, അവർ വിശ്വസിക്കുക മാത്രമല്ല, വിറയ്ക്കുകയും കൂടെ ചെയ്യുന്നതായിട്ടാണ് നമ്മളവിടെ വായിക്കുന്നത്. ഈ വിധത്തില് ഇന്ന് വിറയ്ക്കുന്നതിനായിട്ട് ഉള്ള ആ ഒരു അവസ്ഥയിലാണ് സാത്താൻ ആയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ചിന്തിച്ചത് സാത്താന്റെ ബലഹീനതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിച്ചു. സാത്താൻ കേവലം സൃഷ്ടി മാത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് സൃഷ്ടി മാത്രമായതുകൊണ്ട് ദൈവത്തെ പോലെ കാര്യങ്ങളെല്ലാം ഗ്രഹിക്കാനായിട്ടുള്ള കഴിവുകളോ തൻ്റെ സർവ ശക്തിയോ സർവജ്ഞാനമോ സർവവ്യാപിത്വമോ ഒന്നുമില്ലാത്ത ഒരു കേവലം സൃഷ്ടിയായിട്ട് നമുക്ക് സാത്താനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ നിരൂപണം ഗ്രഹിക്കാൻ അശക്തനായ ഒരു വ്യക്തിയാണ് സാത്താൻ എന്നുള്ളത് നമ്മൾ കണ്ടു. നമ്മുടെ നിരൂപണങ്ങളെ അറിയുന്നത് നമ്മുടെ ദൈവം മാത്രമാണ് എന്നുള്ളത് നമ്മൾ കണ്ടു. നമ്മൾ നിരൂപണങ്ങളെ ദൈവം അറിയുന്നത് അത് ന്യായവിധിക്കായിട്ട് ഉപയോഗിക്കും എന്നുള്ളതും നമ്മൾ ചിന്തിച്ചു. ഭാവിയെ അറിയാനായിട്ട് അശക്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് സാത്താൻ എന്നുള്ളത് കണ്ടു. സ്വന്തം ഭാവിയെക്കുറിച്ച് പോലും വ്യക്തമായൊരു കാഴ്ചപ്പാട് സാത്താൻ ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യം. രഹസ്യങ്ങളെ അറിയാൻ കഴിയാത്തവനാണ് സാത്താൻ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. രഹസ്യങ്ങളെ അറിയാനുള്ള കഴിവ്, രഹസ്യങ്ങൾ അറിയുന്നവൻ, രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവൻ നമ്മുടെ ദൈവമാണ്, നമ്മുടെ കർത്താവാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമ്മെ വശീകരിക്കാനല്ലാതെ നമ്മെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കാനായിട്ട് സാത്താനെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള കണ്ടു. നമ്മൾ ചില ഉദാഹരണങ്ങൾ കണ്ടു. ദാവീദിനുള്ള ബന്ധത്തിലുള്ള ഉദാഹരണം കണ്ടു. ദാവീദ് വീണു പോയതുകൊണ്ട് മാത്രമാണ് തനിക്ക് കാര്യങ്ങളിൽ ഇടപെടാനായിട്ട് ഇടയായി തീർന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു. ആഖാനോടുള്ള ബന്ധത്തിലും മറ്റു പലരും കണ്ടെങ്കിലും ആഖാന്റെ മനസ്സിൽ മാത്രമാണ് സാത്താനെ ഈ വിധത്തിൽ പ്രവർത്തിക്കാൻ സാധിച്ചുള്ളൂ എന്നുള്ളതും നമ്മൾ കണ്ടു. നാം പാപജഡത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ജഡത്തെ ക്രൂശിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ആത്മാവിനനുസരിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ ഈ സാത്താന്റെ വശീകരണത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ദൈവം അനുവദിക്കാതെ ഒന്നും ചെയ്യാനായിട്ട് സാത്താന് കഴിയുകയില്ല എന്നുള്ളത് നമ്മൾ കണ്ടു. പരിമിതമായിട്ടുള്ള അനുവാദം ചിലപ്പോൾ ദൈവം കൊടുത്തെന്നിരിക്കും. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് സകലവും നന്മയ്ക്കായി കൂടി വിവരിപ്പിക്കുന്ന കർത്താവാണ് നമുക്കുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. യോസേഫിന്റെ ജീവിതത്തിൽ താൻ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, സർവോപരി ആയുധമില്ലാത്ത ഒരു ശത്രുവാണ് സാത്താൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. തോൽപ്പിക്കപ്പെട്ട ഒരു ശത്രുവാണ് സാത്താൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മോട് കൂടെയുള്ളവൻ ഏറ്റവും വലിയവനാണ്, സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയായിട്ടുള്ള വലിയവനായ ദൈവമാണ് നമ്മോട് കൂടെയുള്ളത് എന്നുള്ളത് മനസ്സിലാക്കി സാത്താനെതിരെയുള്ള യുദ്ധം തുടരുവാനായിട്ട്, ആ യുദ്ധത്തിൽ ജയാളിയായിട്ട് നിൽക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിരുനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.